വെൽക്കം ടു MJ's ലേണിംഗ് സ്പോട്ട്. അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ എറേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ് നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് മെയിനായിട്ടുള്ളത് ടൈപ്പ് ഓഫ് എറേഴ്സ് ഉണ്ട്, റെപ്രസെൻറ്റിങ് ആൻ എറർ ആൻഡ് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്. ഈ 3 ടോപ്പിക്കാണ് നമുക്ക് എറർ എന്നുള്ള പോർഷനിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പം ഞാനിതിപ്പോൾ ചെറിയ പാർട്ടാക്കി എടുക്കാൻ കാരണം നമുക്ക് അതിനകത്ത് മെയിനായിട്ട് കുറച്ച് പോർഷൻസാണ് വരുന്നത്. അപ്പോൾ ആ ഓരോ പോർഷൻസ് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്ക് ഞാനൊരു ചെറിയ വീഡിയോ ആക്കി ഇടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ സെക്ഷനാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു എറേഴ്സ് എന്നുള്ളൊരു പോർഷനിലേക്ക് കടക്കാം. അപ്പം നേരത്തെ ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏതൊരു ഡിവൈസ് അല്ലെങ്കിൽ എന്ത് എക്സ്പെരിമെൻ്റ് ആണെങ്കിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം അതിനകത്ത് ചെറിയ കുറച്ച് അൺസർട്ടനിറ്റീസ് ഉണ്ടാവും. അതായത് ഒറിജിനൽ വാല്യൂന്ന് ചെറിയൊരു വ്യത്യാസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മെഷർ ചെയ്ത വാല്യൂസിന് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എറർ എന്ന് വിളിക്കുന്നത്. അപ്പം ആ ഒരു എററിനെ നമുക്ക് മെയിനായിട്ട് 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് സിസ്റ്റമാറ്റിക് എറർ, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ റാൻഡം എറർ, തേർഡ് വൺ ലീസ്റ്റ് കൗണ്ട് എറർ. അതിൽ തന്നെ ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആൻഡ് റാൻഡം എറർ ആണ്. ലീസ്റ്റ് കൗണ്ട് എറർ യൂഷ്വലി റാൻഡം അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് എററിൽ വരുന്നൊരു ടോപ്പിക്കാണ്. മെയിൻലി നമ്മൾ ഡിവൈഡ് ചെയ്യുക സിസ്റ്റമാറ്റിക് ആൻഡ് റാൻഡം എറർ ആയിട്ടാണ്. അപ്പം ഫസ്റ്റ് നമുക്ക് സിസ്റ്റമാറ്റിക് എറർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് എറർ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ മെയിൻ കോസസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിനകത്തുള്ള എന്തെങ്കിലും എറർ വരിക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയർ നമ്മൾ അത് സെറ്റപ്പ് ചെയ്യുമ്പം അല്ലെങ്കിൽ അത് ചെയ്യുന്ന സമയത്ത് ഉള്ള എന്തെങ്കിലും ഒരു ഇംപെർഫെക്ഷൻ അല്ലെങ്കിൽ ഒരു എറർ. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ എറർ, അതായത് ചെയ്യുന്ന ആൾക്ക് പറ്റുന്ന എറേഴ്സ്. അപ്പം സിസ്റ്റമാറ്റിക് എറർ എന്ന് പറഞ്ഞാൽ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഇതാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ട്രെൻഡ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ഉണ്ടാവും. അത് ആ എറേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു രീതിയിലായിരിക്കും ആ എറർ ഇങ്ങനെ ഉണ്ടാവുക. പിന്നെ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റമാറ്റിക് എറർ കാരണം നമ്മുടെ ആ എക്സ്പെരിമെൻറ്റിൻ്റെ ആക്യുറസി നമുക്ക് നഷ്ടപ്പെടും. മാത്രമല്ല ചില സമയത്ത് സിസ്റ്റമാറ്റിക് എറർ എന്തുകൊണ്ടാണ് കോസ് ചെയ്യുന്നത്, അതിൻ്റെ കോസ് എന്താണെന്നുള്ളത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റലിസ്റ്റിന് പോലും ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് സിസ്റ്റമാറ്റിക് എററിൻ്റെ. അതിനൊരു പെർട്ടിക്കുലർ ട്രെൻഡ് ഉണ്ട്, ഓൾവേസ് ഇൻ പെർട്ടിക്കുലർ ഡയറക്ഷൻ ആയിരിക്കും, ഏത് പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഇൻസ്ട്രുമെൻ്റൽ എറർ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇൻസ്ട്രുമെൻറ്റ്സിനകത്ത് അത് കാലിബ്രേറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സീറോ എറർ അങ്ങനെ പറയുന്നൊരു പോർഷൻ ഉണ്ട്. ഒന്നെങ്കിൽ അതിൻ്റെ കാലിബ്രേഷനിൽ വരുന്ന എറർ അല്ലെങ്കിൽ സീറോ എറർ എന്നൊക്കെ പറയും. അതായത് ഇപ്പം നമുക്കൊരു മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു തെർമോമീറ്റർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഒരു തെർമോമീറ്റർ കൺസിഡർ ചെയ്യാം. ഈ തെർമോമീറ്ററിനകത്ത് നമുക്ക് ഓരോ ഡിവിഷൻസ് ഉണ്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള. ഇങ്ങനെയാണ് ഒരു ആക്ച്വൽ ഡിവിഷൻ എന്ന് വെക്കുക. പക്ഷെ നമുക്ക് കിട്ടിയ മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള തെർമോമീറ്ററിൽ ഒരു ഇൻസ്ട്രുമെൻ്റൽ എറർ ഉണ്ട്. അപ്പോൾ അത് കാലിബ്രേഷൻ എറർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഡിവിഷൻസിനകത്ത് ചെറിയൊരു വേരിയേഷൻ വന്നു പോവുക. അതായത് ഇതായിരിക്കും ആക്ച്വൽ ആയിട്ടുള്ള ഡിവിഷൻ, പക്ഷേ നമുക്ക് കിട്ടിയതിനകത്ത് ആ കാലിബ്രേറ്റ് ചെയ്തപ്പോൾ ചെറിയൊരു പ്രോബ്ലം വന്നിട്ട് ആ ഡിവിഷൻസിനകത്ത് ചെറിയൊരു വേരിയേഷൻ വരിക. അപ്പോൾ നമുക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടെമ്പറേച്ചറാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന വാല്യൂം ഇവിടെ കിട്ടുന്ന വാല്യൂം തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അവിടെ എറർ സംഭവിച്ചു. അത് ശരിക്കും ആ ഇൻസ്ട്രുമെൻറ്റിനകത്ത് കാലിബ്രേറ്റ് ചെയ്തപ്പം പറ്റിയ എററാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഒരു സീറോ എറർ അല്ലെങ്കിൽ സീറോ മാർക്ക് എറർ എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ തെർമോമീറ്റർ കേസ് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതിനകത്തൊരു സീറോ വാല്യൂ ഉണ്ടാവും. ആ സീറോ വാല്യൂവിന് എബൌട്ട് ആയിട്ടാണ് നമ്മൾ ബാക്കി റീഡിങ്സ് മുഴുവൻ എടുക്കുക. പക്ഷെ അതിന് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിനകത്ത് ഈ സീറോ വാല്യൂ കറക്റ്റായിട്ടുള്ള പോയിന്റിന് പകരം കുറച്ച് മുകളിലേക്കോ അല്ലെങ്കിൽ താഴെയോ ആയിട്ടാണ് മാർക്ക് ചെയ്തതെന്ന് വിചാരിക്കുക. ഇപ്പം സീറോ വരുന്നതിന് പകരം ഒരു 1 ഡിഗ്രി വരുന്ന ഭാഗത്താണത് സീറോ മാർക്ക് ചെയ്തതെങ്കിൽ നമ്മൾ എപ്പോൾ മെഷർ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആക്ച്വൽ ടെമ്പറേച്ചറിന് 1 ഡിഗ്രി കൂടിയിട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. നേരെ മറിച്ച് ഇപ്പം ഇവിടെ സീറോ വരുന്നതിന് പകരം ഇവിടെ സീറോ മാർക്ക് ചെയ്തു ഒരു 1 ഡിഗ്രി താഴെ. അപ്പം നമുക്ക് 100 ഡിഗ്രി സെൽഷ്യസ് കിട്ടിയാലും നമുക്ക് ഇതിനകത്ത് കാണിക്കുന്ന റീഡിങ്
99 ആയിരിക്കും. അതാണ് ഇൻസ്ട്രുമെൻ്റൽ എറർ എന്ന് പറയുക. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിനകത്ത് ഉള്ള കാലിബ്രേഷൻ അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻ കാരണം വരുന്ന എറർ. പിന്നെ ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക് അല്ലെങ്കിൽ പ്രൊസീജിയർ. അത് നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സ് അത് നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതിനകത്ത് എന്തെങ്കിലും ഒരു ഇംപെർഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ അല്ലെങ്കിൽ വാല്യൂ അത് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന എററാണ് ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക്. ഇപ്പോൾ ഈ സെയിം നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നൊരു കേസ് എടുക്കുക. അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ ബോഡി ടെമ്പറേച്ചർ എടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ കറക്റ്റായിട്ട് ആ ബോഡിയിൽ നന്നായിട്ട് കോണ്ടാക്റ്റ് വരാതെ ആ ഒരു തെർമോമീറ്റർ വെക്കുക. അപ്പോൾ അതിനകത്ത് കിട്ടുന്ന റീഡിങ് വ്യത്യാസമായിരിക്കും. അങ്ങനെയുള്ള പ്രോബ്ലം ആണ് നമ്മൾ ഇംപെർഫെക്ഷൻ എക്സ്പെരിമെൻ്റൽ എറർ എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ആക്ച്വലായിട്ട് എടുക്കാത്ത, ഇപ്പം നമ്മൾ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാണ്. അപ്പം നമ്മൾ തെർമോമീറ്റർ നമ്മൾ ആ ആംപിറ്റിൽ വെച്ചിട്ട് ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ സ്ലൈറ്റായിട്ട് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റൽ ടെക്നിക്കിൽ പറ്റുന്ന ചില മിസ്റ്റേക്സ് കാരണം നമുക്ക് എറർ ഉണ്ടാവും. അതാണ് ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക്. പിന്നെ വരുന്നതാണ് പേഴ്സണൽ എറർ. അതെന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ആൾ, ആ ആൾക്ക് വരുന്ന എററാണ് പേഴ്സണൽ എറർ എന്ന് പറയാം. അതൊന്നെങ്കിൽ പുള്ളിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ കെയർലെസ്നെസ് കൊണ്ടുണ്ടാവുന്ന എറർ ഉണ്ടാവും. അതിനാണ് പേഴ്സണൽ എറർ എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ നോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധ മാറിയിട്ട് വേറെ ഏതെങ്കിലും വാല്യൂ നോട്ട് ചെയ്യും. ഇപ്പോൾ 69 പകരം നമ്മളറിയാതെ വാല്യൂ മാറി 96 ഒക്കെ മാർക്ക് ചെയ്ത് പോയാൽ അത് എററാണ്. പിന്നെ മെയിനായിട്ട് വരുന്ന ഒരു സംഭവമാണ് പാരലാക്സ് എറർ എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഒരു റീഡിങ് നോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ നിന്നിട്ടാണ് നമ്മൾ നോട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു വാല്യൂം അതേപോലെ തന്നെ കുറച്ചും കൂടെ മാറിയിട്ടാണ് നമ്മൾ നോട്ട് ചെയ്യുന്നതെങ്കിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകും. നിങ്ങൾ തന്നെ ഇപ്പം ഒരു സ്കെയിൽ എടുത്തിട്ട് നേരെ നിന്ന് നോക്കുമ്പോഴും കുറച്ച് മാറി നിന്ന് നോക്കുമ്പോഴും ചെറിയൊരു വേരിയേഷൻ, ഒരു 1 മില്ലിമീറ്റർ വേരിയേഷനൊക്കെ ചിലപ്പം ഫീൽ ചെയ്യും. അതിനാണ് പാരലാക്സ് എറർ എന്ന് പറയുന്നത്. അത് നമ്മൾ എപ്പോഴും റീഡ് ചെയ്യുമ്പോൾ ആ റീഡിങ്ങിന് നേരെ നിന്നിട്ട് നോക്കണം. കുറച്ച് മുകളിൽ താഴോട്ട് നിന്ന് നോക്കുമ്പോൾ റീഡിങ്സിനകത്ത് നമ്മൾ കാണുമ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ പാരലാക്സ് എന്ന് പറഞ്ഞൊരു സംഭവം, ആ രീതിയിൽ ചിലപ്പം വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് പേഴ്സണൽ എറർ. അപ്പോൾ ഇത്രയാണ് സിസ്റ്റമാറ്റിക് എറേഴ്സിനകത്ത് വരുന്നത്: ഇൻസ്ട്രുമെൻ്റൽ, ഇംപെർഫെക്ഷൻ എക്സ്പെരിമെൻറ്റ് ആൻഡ് പേഴ്സണൽ എറർ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റാൻഡം എറേഴ്സ്. റാൻഡം എറേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കോസസ് എല്ലാം നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ചുറ്റുമുള്ള എൻവയോൺമെൻറ്റലിനകത്ത് വരുന്ന എന്തെങ്കിലും ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന എററാണ് റാൻഡം എറേഴ്സ്. അപ്പോൾ ഈ റാൻഡം എറേഴ്സ് എന്ന് പറയുമ്പം ചിലപ്പോൾ നമ്മുടെ മെഷർ ചെയ്യുന്ന സ്ഥലത്തുള്ള ആംബിയൻ ടെമ്പറേച്ചർ മാറിപ്പോവാം, അല്ലെങ്കിൽ ഇപ്പോൾ മെഷർ ചെയ്യുന്ന ഡിവൈസിനകത്ത് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം. അങ്ങനത്തെ പല കേസസ് ഉണ്ടാകും. നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രോബ്ലംസ് വരിക. നമ്മൾ നോർമലി എല്ലാ രീതിയിലും നല്ല രീതിയിൽ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യായിരിക്കും. അപ്പോൾ പെട്ടെന്നൊരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരും, വാല്യൂ മാറിപ്പോവും. പിന്നെ ഇപ്പോൾ മെഷർ ചെയ്യുന്ന ഡിവൈസ് കൂടുതൽ ഹീറ്റായി, അപ്പോൾ ഹീറ്റ് ആകുമ്പോൾ എല്ലാ സാധനവും കുറച്ച് എക്സ്പാൻഡ് ആവും. അപ്പോൾ അങ്ങനെ ആകുമ്പം ഹീറ്റ് ആകുമ്പോൾ ആ മെഷർ ചെയ്യുന്ന ഡിവൈസ് എക്സ്പാൻഡ് ആകുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്ന വാല്യൂ മാറിപ്പോവാം. അങ്ങനെയുള്ള സംഭവങ്ങളാണ് റാൻഡം എറേഴ്സ് വരുന്നത്. അപ്പോൾ ഈ റാൻഡം എറേഴ്സ് കാരണം നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ പ്രിസിഷനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നത്, നമുക്ക് പ്രിസൈസ് റീഡിങ്സ് കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ ഈ റാൻഡം എറേഴ്സ് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ട് അതിൻ്റെ മീൻ വാല്യൂ എടുക്കുക. അതായിരിക്കും നമുക്ക് ഓൾമോസ്റ്റ് കറക്റ്റ് വാല്യൂ ആയിട്ട് കിട്ടുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് ലീസ്റ്റ് കൗണ്ട് എറർ. അത് നമുക്ക് ഈ ഒന്നെങ്കിൽ സിസ്റ്റമാറ്റിക് എറർ അല്ലെങ്കിൽ റാൻഡം എറർ ഇതിലേതിലും വരാനുള്ള പെടുത്താൻ പറ്റും. ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്നുള്ളത് നോക്കണം. ഇപ്പം നമ്മളൊരു മെഷറിങ് ഡിവൈസ് എടുത്തു, അതിനകത്ത് ആ ഡിവൈസ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ, അതിനാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയാം. ഇപ്പം നമ്മൾ സ്കെയിൽ എടുക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്കെയിൽ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ
1 മില്ലിമീറ്റർ ആയിരിക്കും. അപ്പോൾ ആ സ്കെയിൽ കൊണ്ട് നമുക്ക് മാക്സിമം ആ മില്ലിമീറ്റർ റേഞ്ചിലുള്ള സാധനങ്ങളെ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് വെർനിയർ കാലിപ്പർ എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 0.1 മില്ലിമീറ്റർ ആയിരിക്കും. അതായത് ഈ ഒരു മില്ലിമീറ്ററിനെ വീണ്ടും 10 ഡിവൈഡ് ചെയ്ത അത്രയും സ്മോളസ്റ്റ് ആയിട്ട് നമുക്ക് വെർനിയർ കാലിപ്പറിൽ മെഷർ ചെയ്യാൻ പറ്റും. അതാണ് ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ പ്രിസൈസ് ആയിട്ട് സ്മോളസ്റ്റ് ഇതുവരെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഒരു ലൈൻ നമ്മൾ മെഷർ ചെയ്യാണ്. അതിനിപ്പോൾ ഒരു 1.35 സെൻറ്റിമീറ്റർ നീളമുണ്ടെന്ന് വിചാരിക്കാം. അത് നിങ്ങളൊരു സ്കെയിൽ വെച്ച് വരയ്ക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1.3 വരെ കറക്റ്റായിട്ട് വരയ്ക്കാം. 1.3 കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഉള്ളത് 1.4 ആണ്. അതിന് ഇടയിലുള്ള ആ ഒരു പോയിന്റ് നിങ്ങൾ ജസ്റ്റ് ഒരു ട്രയൽ ആൻഡ് എറർ വെച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു സെൻറ്റർ വെച്ച് കുത്തേണ്ടി വരും. നേരെ മറിച്ച് വെർനിയർ കാലിപ്പറൊക്കെ വെച്ചിട്ടാണെങ്കിൽ കറക്റ്റായിട്ട് 1.3 കഴിഞ്ഞാൽ 3.1 3.2 3.3 3.4 3.5 3.6 3.9 മുതൽ 4 വരെ അതിനുള്ളിലും വേറെ ഡിവിഷൻ ഉണ്ടാവും. ലീസ്റ്റ് കൗണ്ട് അതിനായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പം അങ്ങനെ വരാവുന്ന ലീസ്റ്റ് കൗണ്ട് കുറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുത്താവുന്ന എറേഴ്സിനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എറേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൈപ്പ് ഓഫ് എറേഴ്സ്. ഇനി നമ്മൾ എറർ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ എറേഴ്സിനെ പറ്റി പഠിച്ചു. ഇനി എറേഴ്സ് എങ്ങനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. 4 രീതിയിലാണ് നമ്മൾ എറർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒന്ന് ആബ്സല്യൂട്ട് എറർ ആയിട്ട്, നെക്സ്റ്റ് മീൻ ആബ്സല്യൂട്ട് എറർ, പിന്നെ റിലേറ്റീവ് എറർ അല്ലെങ്കിൽ പെർസെൻറ്റേജ് എറർ. പിന്നെ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആബ്സല്യൂട്ട് എറർ എന്താണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പം നമ്മൾ ഒരേ വാല്യൂ തന്നെ 2-3 തവണ റീഡിങ്സ് എടുക്കും. അപ്പോൾ ഓരോ തവണയും നമുക്ക് പല പല റീഡിങ്സ് ആയിരിക്കും കിട്ടുക എറേഴ്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ ആ എല്ലാ വാല്യൂസിൻ്റെയും കൂടെ മീൻ വാല്യൂ ആയിരിക്കും നമ്മൾ അതിൻ്റെ ഒറിജിനൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ റീഡിങ്സ് കിട്ടി. നമുക്കത് A1 A2 A3 എക്സെട്ര അപ് ടു AN വരെ നമുക്ക് എടുത്തു. അതായത് n ടൈംസ് നമ്മൾ റീഡിങ് എടുത്തു. ഓരോ തവണയും കിട്ടിയ റീഡിങ്സിനെ നമ്മൾ A1 A2 A3 അപ് ടു AN വരെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ മീൻ വാല്യൂ എന്തായിരിക്കും? നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. മീൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? എ മീൻ എന്ന് പറഞ്ഞാൽ A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് അപ് ടു AN ഡിവൈഡഡ് ബൈ N. ഇതിനെ നമ്മൾ ശരിക്കും റെപ്രസെൻ്റ് ചെയ്ത് എഴുതുമ്പോൾ നമ്മളൊരു സിഗ്മ എന്നുള്ളൊരു ടേം വെച്ചിട്ട് എഴുതും. അതായത് സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to N AI ഡിവൈഡഡ് ബൈ N. ഇപ്പോൾ ഈ ഒരു റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ സിഗ്മ എന്ന് ഉദ്ദേശിക്കുന്നത് സം ഓഫ് എന്നുള്ള ഒരർത്ഥത്തിലാണ്. അതായത് സം ഓഫ് ഓൾ ഈ ഒരു ടേംസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഐൻ്റെ വാല്യൂ ഉണ്ട്. ഐൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 to N വരെ വേരി ഉണ്ട്. അതായത് ഐൻ്റെ വാല്യൂ 1 2 3 4 5 അപ് ടു N വരെ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ AI എടുത്തുകൊണ്ട് എൻ്റെ വാല്യൂ നമ്മൾ A1 A2 A3 ആ രീതിയിൽ എടുക്കും. ഇപ്പോൾ ഒരു ചെറുതായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം സിഗ്മ I ഈസിക്കൽ ടു 1 to N-ന് പകരം ഇപ്പം ഞാനൊരു 5 ഇട്ട് കൊടുത്ത് വെച്ചോ. അപ്പോൾ N-ന് പകരം 5 ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ I എന്ന് പറഞ്ഞാൽ 1 മുതൽ 5 വരെ വരും. അപ്പം A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 പ്ലസ് A5 ഡിവൈഡഡ് ബൈ N 5 അല്ലേ, 5. ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു സാധനത്തിന് നമ്മൾ ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ എന്തുകൊണ്ട് N-ന് മാറ്റം വരുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ I വാല്യൂ ഇതിന് മാത്രമല്ലേ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം ഇതിൻ്റെ ഈ I ആണ് 1 മുതൽ 5 വരെ വരിക. അപ്പോൾ നമ്മൾ ഓരോന്നിനും ഓരോ വാല്യൂ ഉണ്ട്. അപ്പോൾ A1 ചിലപ്പോൾ 5 ആയിരിക്കും, ഇത് 3 2 4 ആ രീതിയിലുള്ള വാല്യൂസ് ആയിരിക്കും. അപ്പം I എന്നുള്ള വാല്യൂ 1 മുതൽ എത്ര ടേംസ് വേണോ ആ N വരെ വേരി ചെയ്യുന്ന അത്രയും റീഡിങ്സ് ഡിവൈഡഡ് ബൈ N. ഈ ഒരു ഫോമാറ്റിനെയാണ് നമ്മൾ ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുക.
അപ്പോൾ ഇവിടെ n ആയതുകൊണ്ട് i = 1 to n ai/n എന്നുള്ള രീതിയിൽ നമ്മൾ ആ മീനിനെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ എ മീൻ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ആയിരിക്കും. ഇനി അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ മീൻ കിട്ടിയ വാല്യൂ ആണ് നമ്മൾ ഒറിജിനൽ വാല്യൂ ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. കാരണം നമുക്കിപ്പം എന്തായാലും ഒറിജിനൽ കറക്റ്റ് പക്ക വാല്യൂസ് നമുക്ക് മെഷർ ചെയ്ത് കിട്ടില്ല. നമ്മൾ ടോട്ടൽ കുറേ മെഷർമെൻറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ ആവറേജ് എടുത്ത വാല്യൂ മീൻ വാല്യൂവിനെ നമ്മൾ ഒറിജിനൽ വാല്യൂ ആയിട്ട് അസ്യൂം ചെയ്യും. അതിനകത്തുനിന്ന് ഇൻഡിവിജ്വൽ വാല്യൂസ് സബ്ട്രാക്ട് ചെയ്യാം. അത് ഈ ഒറിജിനൽ വാല്യൂവും ഇൻഡിവിജ്വൽ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് എറർ എന്ന് പറയാം. ഇപ്പം ഫസ്റ്റ് വൺ എടുക്കുകയാണെങ്കിൽ a1 മൈനസ് എ മീൻ, അതാണ് ഡെൽറ്റ a1. ഡെൽറ്റ a1 ആണ് നമ്മൾ അബ്സല്യൂട്ട് എറർ ഓഫ് 1 റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സെക്കൻഡ് കേസ് ഡെൽറ്റ a2 എന്ന് പറഞ്ഞാൽ a2 മൈനസ് എ മീൻ. അങ്ങനെ നമുക്ക് ടോട്ടൽ n ടേംസ് ഉണ്ട്. അപ്പം ഡെൽറ്റ എ എൻ എന്ന് പറഞ്ഞാൽ an മൈനസ് എ മീൻ. അപ്പോൾ ഇതിൻ്റെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ചില കേസസിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും, ചില കേസിൽ ഇത് നെഗറ്റീവ് ആയിരിക്കും. കാരണം ഇപ്പം നിങ്ങൾക്ക് മീൻ വാല്യൂ കിട്ടിയത് 5 ആണെന്ന് വിചാരിക്കുക. a1 ഇപ്പം 2 ആണ്, an ഇപ്പം 6 ആണ്. അപ്പം 2 - 5 6 - 5 വരുന്ന കേസിൽ ഇവിടെ നിങ്ങൾക്ക് -3 കിട്ടും, ഇവിടെ നിങ്ങൾക്ക് 1 കിട്ടും. അപ്പോൾ ഒന്ന് പോസിറ്റീവാണ്, ഒന്ന് നെഗറ്റീവാണ്. പക്ഷേ ഈ കേസിൽ നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ ആണ് എടുക്കേണ്ടത്. അതായത് അവിടെ സൈനിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നിങ്ങൾ ഈ രണ്ട് സ്ട്രെയിറ്റ് ബ്രാക്കറ്റ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ആയിരിക്കണം. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്നുള്ള ഇടുന്നില്ല, നമ്മളത് എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിട്ട് തന്നെയായിരിക്കും എടുക്കുക. അതാണ് അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഡിഫറൻസ് മാത്രമേ നോക്കുന്നുള്ളൂ, ഒറിജിനൽ വാല്യൂവിൽ നിന്ന് ഇൻഡിവിജ്വൽ റീഡിങ്സിൻ്റെ അകത്തുള്ള ഡിഫറൻസ് മാത്രം. അപ്പോൾ അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം, നമ്മളത് അതിൻ്റെ പോസിറ്റീവ് ടേം മാത്രമേ എടുക്കുകയുള്ളൂ. അതിപ്പോൾ നിങ്ങൾ തിരിച്ചെഴുതി പോയാലും കുഴപ്പമില്ല. a മീൻ മൈനസ് a1, a മീൻ മൈനസ് a2, a മീൻ മൈനസ് an എഴുതിയാലും കുഴപ്പമില്ല. കാരണം നമ്മൾക്ക് കിട്ടുന്ന വാല്യൂവിൻ്റെ പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി നമ്മൾ നോക്കുന്നില്ല, അത് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ. -2 കിട്ടിയാലും നമ്മൾ ആ നെക്സ്റ്റ് കാൽക്കുലേഷനകത്ത് അത് 2 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആബ്സല്യൂട്ട് എറർ കിട്ടി. ഇനി മീൻ ആബ്സല്യൂട്ട് എറർ, അതിൻ്റെ അകത്ത് ഈ വേർഡ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാവും. ആബ്സല്യൂട്ട് എററിൻ്റെ മീൻ, നിങ്ങൾക്ക് ഇതിനകത്ത് ഓരോ ആബ്സല്യൂട്ട് എറേഴ്സ് കിട്ടി, ഓരോ റീഡിങ്സിൻ്റെയും അതിൻ്റെ മീൻ വാല്യൂ എടുക്കുക. അപ്പം ഡെൽറ്റ a1 പ്ലസ് ഡെൽറ്റ a2 പ്ലസ് ഡെൽറ്റ a3 അപ് ടു ഡെൽറ്റ an ഡിവൈഡഡ് ബൈ n. അത് നമുക്ക് ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ a മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ I is equal to 1 to n delta ai divided by n. ഇങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ചെറിയ വാല്യൂ ആയിരിക്കും. അപ്പം നമ്മളൊരു ആക്ച്വലായിട്ടൊരു മെഷർമെൻറ്റ് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എ മീൻ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ മീൻ ആയിരിക്കും. അതായത് ഇത് ഒറിജിനൽ വാല്യൂ, അതിനകത്ത് വേരിയേഷൻ വരുന്ന സാധനമാണ് മീൻ ആബ്സല്യൂട്ട് എറർ ഡെൽറ്റ എ മീൻ. അപ്പോൾ ഈ സാധനം ഈ ഒരു റെപ്രസെൻറ്റേഷൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പം മെഷർ ചെയ്താലും ആ കിട്ടുന്ന വാല്യൂ എപ്പോഴും എ മീൻ പ്ലസ് ഡെൽറ്റ എ മീൻ്റെയും എ മീൻ മൈനസ് ഡെൽറ്റ എ മീൻ്റെയും ഇടയിലായിരിക്കും നിൽക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അതായത് എപ്പോൾ നമ്മൾ മെഷർ ചെയ്താലും ഈ രണ്ട് വാല്യൂവിൻ്റെ ഇടയിൽ അത് നിൽക്കും. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മെഷർ ചെയ്തു, ഇപ്പോൾ ഒരു റീഡിങ് നിങ്ങൾക്ക് കിട്ടി 23 കിട്ടി മീൻ വാല്യൂ. അതേപോലെ അതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ കുറേ കാൽക്കുലേഷൻ ചെയ്തപ്പം നിങ്ങൾക്കൊരു പ്ലസ് ഓർ മൈനസ് 0.5 കിട്ടി. അപ്പോൾ ഇതിനകത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത് വെച്ചാൽ 23 എന്ന് പറഞ്ഞാൽ മീൻ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ, നമ്മൾ
മീൻ എടുത്തിട്ട് ട്രൂ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. പിന്നെ മീൻ ആബ്സല്യൂട്ട് എറർ വെച്ച് കിട്ടിയ വാല്യൂ ആണ് 0.5. ഇപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാൽക്കുലേഷനകത്ത് മാക്സിമം വരുന്ന എറർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലായിരിക്കും. അതായത് 23 പ്ലസ് 0.5 എന്ന് പറഞ്ഞാൽ 23.5ൻ്റെയും 23 മൈനസ് 0.5 എന്ന് പറഞ്ഞാൽ 22.5. ഈ രണ്ട് വാല്യൂസിൻ്റെ ഇടയിലായിരിക്കും എപ്പോഴും നമ്മുടെ റീഡിങ്സ്. അതായത് മാക്സിമം 0.5 കൂടുക അല്ലെങ്കിൽ മാക്സിമം ഒരു 0.5 കുറയാനേ ചാൻസ് ഉള്ളൂ. അതിൻ്റെ ഇടയിലായിരിക്കും നമ്മുടെ ഒറിജിനൽ വാല്യൂ എന്നുള്ളതാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം ഇതാണ് മീൻ ആബ്സല്യൂട്ട് എററിൻ്റെ ഇക്വേഷൻ. ഇത് മീൻ വാല്യൂ ആബ്സല്യൂട്ട് എറർ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ വാല്യൂ ആയിട്ട് സബ്ട്രാക്ട് ചെയ്ത് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ റേഷ്യോ ആണ്. അതായത് നമ്മുടെ മീൻ ആബ്സല്യൂട്ട് എററും മീൻ വാല്യൂവും തമ്മിലുള്ള മീൻ ആബ്സല്യൂട്ട് എററും മീൻ വാല്യൂവും തമ്മിലുള്ള റേഷ്യോ ആണ് റിലേറ്റീവ് എറർ. നമുക്കിങ്ങനെ എഴുതാം, ഡെൽറ്റ എ മീൻ ഡിവൈഡഡ് ബൈ എ മീൻ. ഇതാണ് നമ്മുടെ റിലേറ്റീവ് എറർ. റേഷ്യോ ഓഫ് മീൻ ആബ്സല്യൂട്ട് എറർ ടു മീൻ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ. ഈ സെയിം സാധനം നമ്മൾ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് പെർസെൻറ്റേജ് എറർ എന്ന് പറയാം. അതായത് ഇപ്പം നമ്മളിത് ജസ്റ്റ് ഫ്രാക്ഷൻ ആക്കി എഴുതി, ഇതിപ്പോൾ ഒരു 0.5 0.005 ഉണ്ട്. അത് നമ്മൾ പെർസെൻറ്റേജ് ആക്കുക എങ്ങനെയാണ്? ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമ്മൾ പെർസെൻറ്റേജ് ആക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കിട്ടുന്നത് പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എ മീൻ ഡിവൈഡഡ് ബൈ എ മീൻ ഇൻറ്റു 100. ഇങ്ങനെയാണ് നമ്മൾ എറേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൽ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്, എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് റീഡിങ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പോൾ പല റീഡിങ്സ് തരികയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം മീൻ ആബ്സല്യൂട്ട് എറർ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ റിലേറ്റീവ്, ചിലപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് റിലേറ്റീവ് എറർ ആയിട്ടായിരിക്കും തന്നിരിക്കുക. അപ്പോൾ അത് അഡീഷൻ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ കുറച്ച് റൂൾസൊക്കെ ഫോളോ ചെയ്യാനുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതിന് മുമ്പ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചെറിയൊരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക് വെച്ചൊരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഡയമീറ്റർ ഓഫ് എ തിൻ വയർ മെഷേർഡ് യൂസിങ് എ സ്ക്രൂ ഗേജ് ഈസ് ആസ് ഫോളോസ്. നമുക്ക് കുറച്ച് ഡയമീറ്റേഴ്സ് വന്നിട്ട് 2.04 മില്ലിമീറ്റർ, 2.06 മില്ലിമീറ്റർ, 2.08, 2.07, 2.05 millimeters. Question എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ആവറേജ് ഡയമീറ്റർ ഓഫ് ദി വയർ, ആബ്സല്യൂട്ട് എറർ, മീൻ ആബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് ആൻഡ് പെർസെൻറ്റേജ് എറർ. അപ്പോൾ ഇത്രയാണ് നമ്മൾ നേരത്തെ ഇത്രയും ടോപ്പിക്സ് കണ്ടു, എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻസ് നോക്കി. അപ്പോൾ നമ്മളത് വെച്ചിട്ട് ഈ ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടിയ റീഡിങ്സ് 5 റീഡിങ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആവറേജ് ഡയമീറ്റർ ഓഫ് ദി വയർ, അതായത് മീൻ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം എ മീൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സം ഓഫ് ഓൾ വാല്യൂസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. അപ്പം 2.04 പ്ലസ് 2.06 പ്ലസ് 2.08 പ്ലസ് 2.07 പ്ലസ് 2.05 ഡിവൈഡഡ് ബൈ 1 2 3 4 5 5. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 2.06 കിട്ടും. ഇപ്പോൾ 2.06 മില്ലിമീറ്റർ ആണ് നമ്മുടെ ഫസ്റ്റ് ആൻസർ. ആവറേജ് ഡയമീറ്റർ ഓഫ് ദി വയർ നമുക്ക് 2.06 മില്ലിമീറ്റർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ആബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ ഓരോ വാല്യൂവിൻ്റെയും ആബ്സല്യൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പം ഫസ്റ്റ് റീഡിങ്, അപ്പം ഡെൽറ്റ എ 1 എന്ന് പറഞ്ഞാൽ 2.04 മൈനസ് നമ്മുടെ മീൻ വാല്യൂ 2.06 മൈനസ് 0.02 കിട്ടും. അപ്പം ഡെൽറ്റ എ 2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വാല്യൂ 2.06 മൈനസ് 2.06 0.
A3 എന്ന് പറഞ്ഞാൽ 2.08 മൈനസ് 2.06 0.02 ഇത് നെഗറ്റീവാണ്. A4 എന്ന് പറഞ്ഞാൽ 2.07 മൈനസ് 2.06 0.01. A5 2.05 മൈനസ് 2.06 മൈനസ് 0.01. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും നമ്മൾ ആബ്സല്യൂട്ട് എറേഴ്സ് കണ്ടുപിടിച്ചു. ഇനി മീൻ ആബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആബ്സല്യൂട്ട് വാല്യൂസ് ആണ് എടുക്കേണ്ടത്. അതായത് നെഗറ്റീവ് ഉള്ളത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, ജസ്റ്റ് പോസിറ്റീവായിട്ട് തന്നെ എടുത്തിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി മീൻ ആബ്സല്യൂട്ട് എറർ ഡെൽറ്റ എ മീൻ എന്തായിരുന്നു? സം ഓഫ് ഈ ആബ്സല്യൂട്ട് എറേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. അപ്പം 0.02 പ്ലസ് 0 പ്ലസ് 0.02 പ്ലസ് 0.01 പ്ലസ് 0.01 ഡിവൈഡഡ് ബൈ 5 6. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 0.06 ബൈ 5. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 0.012 മില്ലിമീറ്റർ. 0.012. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ ഒരു സംഭവം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ 2.06 പ്ലസ് ഓർ മൈനസ് 0.012 മില്ലിമീറ്റർ. അപ്പം നമ്മുടെ ആ റേഞ്ച് ഇതിനകത്ത് മനസ്സിലാവും. നമ്മുടെ ആ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ 2.06നേക്കാൾ ഒരു 0.012 കൂടുതലോ 0.012 കുറവായിരിക്കും നമുക്ക് ആ ഒരു മാക്സിമം വാല്യൂസ് കിട്ടുക. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ മീൻ ആബ്സല്യൂട്ട് കണ്ടു. ഇനി റിലേറ്റീവ് ആൻഡ് പെർസെൻറ്റേജ് എറർ. അപ്പം റിലേറ്റീവ് എറർ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? മീൻ ആബ്സല്യൂട്ട് എറർ ബൈ മീൻ വാല്യൂ. മീൻ ആബ്സല്യൂട്ട് എറർ 0.012 ഡിവൈഡഡ് ബൈ മീൻ വാല്യൂ 2.06. അതെന്ന് പറഞ്ഞാൽ 0.00582 എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ റിലേറ്റീവ് വാല്യൂ. ഇനി പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ വാല്യൂ ഇൻറ്റു 100, അതായത് 0.0058 ഇൻറ്റു 100. നമുക്ക് ആ ഈ ഒരു മതി, അതായത് 0.58%. അപ്പോൾ ഇത്രയുമാണ് പ്രോബ്ലം. ഈ ഒരു രീതിയിലേ വരുള്ളൂ. കുറച്ച് വാല്യൂസ് തരും. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ മീൻ വാല്യൂ കണ്ടുപിടിക്കുക, അതായിരിക്കും അതിൻ്റെ ആവറേജ് വാല്യൂ. പിന്നെ അതിൻ്റെ ആബ്സല്യൂട്ട് എറർ ഓരോ വാല്യൂസ് വിത്ത് റെസ്പെക്ട് ടു മീൻ വാല്യൂവിൻ്റെ ഡിഫറൻസ്. പിന്നെ മീൻ ആബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് വാല്യൂവിൻ്റെ മീൻ എടുക്കുക. റിലേറ്റീവ് ആൻഡ് പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ മീൻ ആബ്സല്യൂട്ട് എറർ വിത്ത് റെസ്പെക്ട് ടു മീൻ വാല്യൂ റേഷ്യോ അത് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് പെർസെൻറ്റേജ് കിട്ടും. ഇനി നമുക്ക് ഈ എറർ പല രീതിയിലുള്ള കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അത് ഒരു കോമ്പിനേഷനായിട്ട് വരിക. അപ്പോൾ ആ എറേഴ്സ് എങ്ങനെ ആഡപ്പ് ആവും എന്നുള്ളത് നമുക്ക് നോക്കാം.